ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഓണം നല്ല അടിപൊളിയായിട്ട് പോയി എന്നും വിശ്വസിക്കുന്നു. എൻ്റെ ഓണം നല്ലതായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ലണ്ടനിൽ നല്ലപോലെ ഒരു ഓണം ആഘോഷിച്ചു. കാരണം ഞാനിപ്പോൾ ലണ്ടനിൽ വന്നിട്ട് 12 years കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് 2019 ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചായിരുന്നു വീട്ടിൽ. പൂക്കളൊന്നും ഇട്ടില്ല, പക്ഷെ നല്ല മമ്മി നല്ല ഒന്നാന്തരം കുറേ സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലണ്ടനിൽ മൊത്തത്തിൽ ഇതുവരെയുള്ള 12 വർഷത്തിൽ ഏറ്റവും നല്ല ഓണം ഈ വർഷമായിരുന്നു. നോർമലി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി സദ്യ കഴിക്കുക, ഇഫ് അറ്റ് ഓൾ, അതായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കൊല്ലം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പൂക്കളം ഇട്ടു. അവർ ഫുഡ് ഉണ്ടാക്കി, ഞാൻ കഴിച്ചു. ആൻഡ് there was games and everything. ഞങ്ങൾ തോറ്റു, ആണുങ്ങൾ ജയിച്ചു. പക്ഷേ it was fun. So yeah, എൻ്റെ ഓണം നല്ല അടിപൊളി ഓണമായിരുന്നു. നിങ്ങളുടേതും ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണാൻ പോകുന്നത് നമ്മുടെ കരിക്കിൻ്റെ പുതിയ വീഡിയോ ആണ്, സ്റ്റാർ എന്നും പറഞ്ഞിട്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങളെല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ബിക്കോസ് വന്നിട്ട് 3 ദിവസമായി ഉള്ളെങ്കിലും 8.5 million വ്യൂസ് ഉണ്ട്. സോ മസ്റ്റ് ബി അമേസിങ്. 746K ലൈക്സ് ഉണ്ട്, 15K ഡിസ്ലൈക്ക് ഉണ്ട്. don't know much about it. ജോർജ് ഏട്ടൻ അല്ലേ, അനൂകെ അനിയൻ, പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്ത എപ്പിസോഡാണ്. ആൻഡ് ഇറ്റ്സ് വെരി ലെങ്തി, 44 minutes 17 seconds ഉണ്ട്. സോ എൻ്റെ എഡിറ്റർ കണ്ടിട്ട് പറഞ്ഞു 21 minute ആകുമ്പം കട്ട് ചെയ്തോളാൻ പറഞ്ഞു. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 2 parts. 21 മിനിറ്റുള്ളൊരു പാർട്ടും പിന്നെ ബാക്കി എല്ലാം കൂടെയുള്ള ഒരു രണ്ടാമത്തെ പാർട്ടും. സോ അധികം കത്തി വെക്കുന്നില്ല, കാണാട്ടോ. 21 മിനിറ്റ് ആകുമ്പോൾ ഓഫാക്കാൻ മുഹൂർത്താൽ മതിയായിരുന്നു. Let me check the volume. Yes, it's already. Let's play. I like that one. Never in a dream catcher. Yeah. എന്താ ചേട്ടാ പ്രശ്നം? എന്താ പ്രശ്നം എനിക്കറിയത്തില്ലേ. ഇതിപ്പോ പല തവണയായി. ഇതുവരെ പേടിപ്പിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ബാലു പേടിച്ചിട്ട് വീടിന് പുറത്തിറങ്ങുന്നില്ല. അവൻ ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അറിയാം എനിക്ക്. അതുകൊണ്ട് മര്യാദയ്ക്ക് വളർത്തിക്കോണം. ഇനി ഇത് പറയാൻ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. ഇതുപോലെ എന്തെങ്കിലും ഇനി എന്റെ ബാലുവിന്റെ നേരെ ഉണ്ടായാൽ ഞാനത് നിയമപരമായി നേരിടും. ചേട്ടാ അവന് വേണ്ടി വേണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കൂസലില്ല കിടക്കുന്നു. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ പുറത്ത് പോയി പ്രശ്നം ഉണ്ടാക്കരുതെന്ന്? രാവിലെ തന്നെ നാട്ടിൽ ഇതിവിടെ സ്ഥിരമുള്ളതാ. ആ തമ്പുരി മെട്ടിക്ക് എനിക്ക് ഒന്നിങ്ങോട്ട് രാവിലെ തന്നെ നാട്ടുകാർ വായിലിരിക്കുന്നൊക്കെ എന്നെ കേൾപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? നേരെ പുറത്തിറങ്ങി ഇവിടെ ഞാൻ തെറി പറയുമ്പോ സ്ഥിരമുള്ളതാ. അപ്പൊ അവന് നക്കണം. പ്ലീസ്. ഇവിടെ ചന്തു, നീ ഉറങ്ങുമല്ലാതെ ഇവിടെ നടന്നെല്ലാം കേട്ടോണ്ട് കിടക്കുമായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. എണീറ്റോ? അല്ലെ സത്യം വിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. അയാളെ നിയമപരമായിട്ട് എന്തോ നേരിടുന്നു പറയുന്ന സമയത്താണ് ഞാൻ എണീക്കണത്. എന്തോ ചെയ്യാ, എന്താ പ്രശ്നം? ഇവിടെ നിന്നോട് ഇന്നലെ കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്തോടാ പറഞ്ഞേ? ഗുഡ് നൈറ്റ്. ഒരു മണി ചീഞ്ഞ കോമഡി അടിക്കില്ല. സോഫയിൽ നിന്ന് വലിച്ച് ഞാൻ താഴെ ഇടും. ഇന്നലെ നീ ജനലടക്കാൻ പറഞ്ഞു, ഞാൻ മറന്നുപോയി. സിനിമ പുറത്തു പോയാ? എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ബാലുവിനെ പോയി ഉപദ്രവിച്ചെന്ന്. ആ റോഡ് വീലറിനെ അയാൾ
I like that cat. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഏയ് റോട്ടൂലെന്നെ പൂച്ചവാന്തി തുടങ്ങി കേസ് കൊടുത്തത് അയാൾക്ക് തന്നെയാണ് നാണക്കേട്. ദേ പോണു. എന്നാലും നിനക്ക് സിനിമയുടെ കാര്യം ശ്രദ്ധിക്കാൻ വയ്യ അല്ലേ? നിന്നോടൊക്കെ ആകെ ഇതുപോലെ 1-2 കാര്യങ്ങളെ നോക്കാൻ പറയുന്നുള്ളൂ. അതുപോലും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാടാ. ഇന്നലെ നീ നോക്കാത്ത അവൻ രാത്രി മൊത്തം പുറത്തായിരുന്നു. ഇനി ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് വരുമെന്ന് കണ്ടറിയാം. എന്റെ എടുത്തോ മര്യാദ ഇല്ലാത്തവനെ നമ്മള് 3 പേരോട് ഒരുമിച്ച് നോക്കാന്ന് പറഞ്ഞിട്ടല്ലോ അവനെ മേടിച്ചത്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ നിന്റെ ഇഷ്ടം പോയി. അത് എന്റെ കുഴപ്പമാണ്. അതെന്താ പൂച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മെയിൻ്റെനൻസ് ആണ്, ഹൈജീനിക് ആണ്, സ്നേഹമുള്ള ജീവിയാണ്, ക്യൂട്ടാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ വാങ്ങിച്ചത്. വാങ്ങിച്ചോണ്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന് പൂച്ചയുടെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ വേറെ ആണ്ടാ. നീ തന്നെ ആലോചിച്ചു നോക്ക്, ഒരു പൂച്ച ചെയ്യുന്ന പരിപാടിയാണോടാ ഈ പൂച്ചാണ്ടി ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ എവിടെങ്കിലും കൊണ്ട് കൊടുക്കാൻ. അപ്പൊ എന്താ പറയാ, രണ്ടുപേരും കൂടെ നോക്കിക്കോളാം. ഞങ്ങൾ രണ്ടും കൂടിയല്ലേ നോക്കണത്. ആ നീ നോക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഫോട്ടോയും വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് എത്ര ലൈക്കും ഷെയറും കിട്ടുന്നുണ്ടെന്ന് നീ നോക്കുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം നീ കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, അതിന്റെ ഭക്ഷണം എവിടെ വെച്ചിരിക്കുന്നതെങ്കിലും നിനക്ക് അറിയാവോ? ആദ്യത്തെ വെച്ചേക്കണ പാത്രത്തിൽ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും അവന്റെ ഒരു കാര്യവും നോക്കുന്നില്ല. അവന്റെ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല, അവന്റെ ലിറ്റർ മാറ്റാറില്ല, അവനെ കുളിപ്പിക്കാറില്ല. എന്തിന്? അവനൊരു വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകാൻ നിങ്ങൾ ആരും എന്റെ കൂടെ വരാറില്ല. പോട്ടെ, ഇനി ഇതെല്ലാം കഴിഞ്ഞ് അവൻ പുറത്തുപോയി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ഞാനല്ലേ? ഇവിടെ നിങ്ങൾ രണ്ടുപേരും അവന്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ച് അവൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കത്തില്ല, അറിയാവോ? അയ്യോ എന്നോട് പറയണ്ട, എനിക്ക് സിനിമയാണ്, അവനോട് പറ, എനിക്ക് പറയാൻ പണിയുണ്ട്. എടാ നിനക്ക് ഈ സിനിമ ഫീൽഡ് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. നല്ല നടനാവണമെങ്കിൽ നല്ല ജീവിതാനുഭവം വേണം. അത് ഒപ്പിക്കാനുള്ള ഒട്ടപ്പാച്ചിലായതുകൊണ്ടല്ലടാ എനിക്ക് സിനിമയെ നോക്കാൻ പറ്റാത്തത്. എന്തൊക്കെ പഠിക്കാം നടക്കുന്നുണ്ടല്ലോ. എടാ ഇതുപോലെ എനിക്കും ഉണ്ട് ജോലിയും തിരക്കൊക്കെ. അതിനിടെ തന്നെ ഇത്രയും കാലം ഞാൻ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ലടാ, എനിക്ക് വർക്ക് ലോഡ് കൂടുതലാണ്. എനിക്ക് ജോലിയുടെ ആവശ്യത്തിനൊന്നും മാറി നിൽക്കാനോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒന്ന് പുറത്തു പോകാനോ അവന്റെ കാര്യം ഓർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇല്ലാത്ത സമയത്തെങ്കിലും അവനെ നോക്കിയേ പറ്റത്തുള്ളൂ. അതിനെ നോക്കാതെ മൈൻഡ് പോലും ചെയ്യാതിരുന്നിട്ട് എന്നെ നോക്കാനും കൂടെ ചെന്നിട്ട് അന്ന് പറഞ്ഞ ഇന്ന് പറയാനുള്ളത് എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എന്താണ് താൻ പോളൂ, ഞങ്ങൾ നോക്കിക്കോളൂ. അടുത്ത റൗണ്ട്. നിനക്ക് നോട്ടപ്പാച്ചിലൊന്നും ഇല്ലല്ലോ. നീയല്ല അവന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ശരി പോയി നോക്ക. ഞാൻ നോക്കിക്കോളാം. എന്താ പ്രശ്നം? അജയ് അജയ് ഉണ്ടല്ലോ. എടാ നിന്നോട് സംസാരിച്ചാ മതിയെന്ന്. ആ അജയ് ഞാനാ. ആ ചേട്ടനായിരുന്നു. വാറ ചേട്ടാ കയറുക. വലിയ വ്യത്യാസമല്ലേ ജോർജ് ചേട്ടനെ കണ്ടിട്ട്? പ്രായം വന്ന പോലെ. ഓഫീസും ഇല്ലല്ലോ, അതുകൊണ്ടാട്ടോ എന്നോട് ഇന്ന് മേടിക്കാമെന്ന് ചോദിച്ചു. ഇവിടെ അതിലിപ്പോ ഞാൻ ഒന്ന് മേടിച്ചോളാന്ന് പറഞ്ഞല്ലേ. ചന്തു ചന്തു റജി ചേട്ടൻ എഞ്ചിനീയർ ആണോ? ഇല്ല ഞാൻ കോൺട്രാക്ടർ. ഇവരുടെ കമ്പനിയുടെ വർക്കൊക്കെ സബ്മിറ്റ്. ചന്തു ഞാൻ ആക്ടർ. ആ ജോലി സോറി സിനിമയും കാര്യങ്ങളൊക്കെയാണോ? ഇപ്പൊ ആഴ്ച ഒക്കെയാണ്. പക്ഷെ എന്റെ ഫസ്റ്റ് പടത്തിന്റെ ഷൂട്ട് അടുത്ത ആഴ്ച തുടങ്ങണം. ആ സന്തോഷം. ചേട്ടാ ഞാൻ സീൽ ചെയ്തിട്ടുണ്ട്. ഓ നാളെ തന്നെ കൊടുത്തേ. അപ്രൂവൽ നാളെ തന്നെ കൊടുത്തേ. ചായ ഒന്നും വേണ്ട, ഞാൻ ചായ കുടിച്ചോണ്ട് ഇറങ്ങി. ഒരു ഗ്ലാസ് വെള്ളം മതി. ഞാൻ നാളെ രാവിലെ തന്നെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഓഫീസിൽ വന്നപ്പോൾ സെൽ സാർ പറഞ്ഞു നിങ്ങൾക്ക് പുതിയ സൈറ്റൊക്കെ കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ ഓപ്പൺ ആവുമെന്ന്. അതിൽ അജയ് ഉണ്ടല്ലേ? ആ പോകുന്നുണ്ട്. പുതിയ ആൾക്കാരൊന്നും എടുത്തിട്ടില്ല. എന്തായാലും എനിക്ക് ശരി പോകേണ്ടി വരും.
അല്ല ഈ പോക്കൂര പോകുമ്പോൾ മെനക്കേടായിരിക്കത്തില്ലേ? കുറച്ച് മെനക്കേടായിരിക്കും. അല്ല എന്നത്തേക്കായിരിക്കും ഈ പോക്കും കാര്യങ്ങളൊക്കെ? ഈ ആഴ്ച തൊട്ട് തുടങ്ങുക. ഈ ആഴ്ച പോകും. എനിക്കറിയാം എന്തോ ഒപ്പിക്കുവാണ്. കാര്യങ്ങളൊക്കെയാണെന്ന് അറിയാം. നമുക്കിതിനൊരു ഫൈനൽ എസ്റ്റിമേറ്റ് എനിക്ക് എന്നത്തേക്ക് തരും? ഒരു ഡേറ്റ് ഒന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിക്കോളാം. അല്ല നമ്മളിതിന്റെ മെറ്റീരിയൽസിന്റെ കാര്യം ഏകദേശം ഫൈനലൈസ് ചെയ്തല്ലേ? കമ്പ്യൂട്ടർ ആയിരുന്നു തീരുമാനിച്ചിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്ഥലം താഴ്ന്ന പ്രദേശം, അപ്പോൾ വെള്ളം കയറും. നമ്മൾ കമ്പി എടുക്കുമ്പോൾ പെട്ടെന്ന് തുരുമ്പിക്കാത്ത നല്ല ക്വാളിറ്റി സാധനം നോക്കി എടുക്കും. അജയ് ഇപ്പൊ വെള്ളം കയറുന്ന ഏരിയ ആണെങ്കിൽ എങ്ങനത്തെ ഏരിയ ആണെങ്കിലും നമ്മുടെ പണി നല്ല സ്ട്രോങ് ആയിരിക്കും. വിലവരോ നോക്കി മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. നമ്മൾ കയ്യിലേക്ക് വേണ്ടി എടുക്കാറ്. അതാകുമ്പോൾ നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല. ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ മാർക്കറ്റിൽ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്, ചേട്ടൻ അറിയാലോ. ഒറിജിനലിൽ കയ്യിലേക്ക് വേണ്ടി EQR മാർക്ക് ഉണ്ടാവും. നമ്മൾ വർഷങ്ങളായിട്ട് എടുക്കുന്നതല്ലേ, അപ്പൊ അതും ടെൻഷൻ അടിക്കട്ടെ. അതപ്പോ അതൊന്ന് ഫൈനലൈസ് ചെയ്യും. അങ്ങനെയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 2 ദിവസത്തിനുള്ളിൽ എസ്റ്റിമേറ്റ് തരാം. അങ്ങനെയാണെങ്കിൽ ഉപകാരം. ഇപ്പഴത്തെ കൈരളി ടീമിന്റെ അടക്കി ചെയ്യുന്ന ലാലേട്ടനാട്ടാ. അവന്റെ അടുത്ത അടി ചെയ്തേക്കണ ഞാനാണ്. അയ്യോ. ആണോ? അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു വേഷം. പക്ഷെ ഇപ്രാവശ്യം നോട്ടീസ് ചെയ്യും. നന്നായി കേട്ടോ, നന്നായി. അല്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഉള്ളത്? അല്ല ചേട്ടാ, ഒരാളും കൂടെ ഉണ്ട്, ബിനീഷ്. ഓഹോ, ക്യാരം ബോർഡ്. ഇതാണോ ഗണേഷ്? സിംബ അല്ലേ? സിംബേ, ഒരു മൈൻഡും ഇല്ല. സിംബേ മകളെ. അല്ല അങ്ങനെ വിളിച്ചാൽ വരത്തില്ല. ആണോ? എനിക്ക് പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വളർത്തിയിട്ടില്ല. അതുകൊണ്ടാ. എവിടെ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ കക്ഷി. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര കുസൃതിയാ. ഉച്ചയാകുമ്പത്തിന് കുസൃതിയൊക്കെ വേണം, എന്നാലേ വീട്ടിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉള്ളൂ, നല്ലൊരു രസമൊക്കെ ഉള്ളൂ. പുള്ളിയുടെ രസങ്ങാനോട് എപ്പോഴും ഒച്ചപ്പാടും ബഹളമാണ്. കിടങ്ങോക്കിയ കഷ്ടം. എടോ സാധനം അതിനെ കയ്യിലോട്ടൊന്ന് വെച്ച്. അപ്പൊ അതിന് തരാം. മാന്ത് കൊള്ളാനുള്ള വഴിയാണ്. ചേട്ടാ കൈ ഇങ്ങനെ വെച്ചോ. എങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ ഞാൻ പിടിച്ചേക്കുന്നത്, അതാണ് ഇഷ്ടം. എന്നിട്ടേ അവന്റെ കഴുത്തിന്റെ ബാക്കിൽ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തോ. ഞാൻ കഴിക്കും, കുഴപ്പമൊന്നുമില്ല, പക്ഷെ മസാജ് നിർത്തണം. എന്റെ ചെടിയാണെങ്കിൽ മാന്ത് എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഫോട്ടോ എടുത്ത ആരും തൊടുന്ന ഇഷ്ടല്ല. ഫോട്ടോ എടുത്തത് ഫോട്ടോ. അജയ് ഫോൺ ഇടയ്ക്ക് മസാജ് നിർത്തണം. വൈഫിനെ കാണിക്കാൻ. അയ്യോ, ഒരു സ്മൈൽ എടുത്തിട്ട് മോനെ ഓക്കെയാണ്. പാലും കൂടി ഒന്ന്. ചേട്ടാ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ വിനീഷ്. വിനീഷ് ബോൾ കാട്ടി. പൂങ്കാറ്റ്. കുറച്ച് മുമ്പ് എപ്പോഴും പോകുന്ന കാര്യം പറഞ്ഞു കേട്ടല്ലോ. എവിടെ പോകുന്നു? ഇതല്ലേ പറഞ്ഞ വർക്കിലോട് കൂടിയാണ്. വർക്കിലോട് കൂടിയാലും പറഞ്ഞു, പക്ഷെ പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ കേട്ടോ, ഈ ആഴ്ച തൊട്ട് തിരുവനന്തപുരം കോഴിക്കോടും ഒക്കെ വർക്കിന്റെ കാര്യത്തിനായിട്ട് പലപ്പോഴും ട്രാവൽ ചെയ്യേണ്ടി വരും. അവന്റെ മുഖം ഇങ്ങനെ സൈഡിലേക്ക്. ആ കറക്റ്റ്. കോഴിക്കോട്ടോ കൊയിലാണ്ട് എവിടെ വേണമെങ്കിലും പോക്കോ, പക്ഷെ പോകുമ്പോ ഇരിക്കുന്ന സാധനത്തിന് എന്ത് ചെയ്യും? ഇതൊരു സാധനം അത്. ഇവരായിരിക്കും അല്ലേ പൂച്ചയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അല്ല അജയ് എപ്പോഴും തിരക്കായിരിക്കുമല്ലോ. ആ ഞങ്ങളെ നോക്കണേ. എനിക്ക് തോന്നി. എടുത്തോളൂ. ഇയാളെ തലയ്ക്ക് വെച്ച് കെട്ടാൻ ചാൻസ് ഉണ്ട്. പറയട്ട. എനിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നോക്കാൻ ആരും ഇല്ലാതെ അവരിവിടെ കിടന്ന് നരകിക്കും. പോയി ബമ്പിള് മുസ് പൂച്ച, നല്ല പൂച്ച. അയ്യോ 21 ഇല്ല. ബുദ്ധി, ഇതെനിക്ക് നേരത്തെ തോന്നിയായിരുന്നു കേട്ടോ. റേച്ചേണ് ഒരു പെറ്റിനെ മേടിച്ച വീട്ടിൽ നോക്കാൻ ആളുണ്ടോ? ഞാനും എന്റെ വൈഫോടെ നോക്കും. ചേട്ടന് സിംബ ഇഷ്ടമാണെങ്കിൽ അവനെ കൊണ്ടുവെക്കും.
ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു പൂച്ചനെടുത്താണ്. കാശൊന്നും വേണ്ട. സിംബ വീട്ടിൽ നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ കൊണ്ടുപോ. ആ കൊണ്ടുപോ. മോഹൻ കണ്ടിട്ട് വേണോ വേണ്ടായോ എന്തോന്നും അറിയാൻ വയ്യല്ലോ. എങ്ങനെ കൊടുത്തുവിടാൻ തോന്നി? ആശ്വാസമായി. ഗുഡ് ഡിസിഷൻ മാൻ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ടു. അയ്യോ, ചില്ലി ഗ്ലാസ് ഇത്തിരി ചായ കുടിച്ചാൽ അത്ര കാലമായി. ഇതൊരു ദുഷ്ടനാന്നേ ഈ തണ്ടി. രസമില്ല. നീ ഈ ചായ മൂന്നിട്ട് കഴുകാൻ ഇവിടെ വെച്ചിട്ട് പോകാൻ പോകുന്ന ഗ്ലാസ് ആ പൂജാണ്ടി വന്ന് തട്ടി താഴെയിട്ട് പൊട്ടിച്ച് ഒന്നും അറിയാതെ അതുവഴി നടന്നു പോകുന്ന എന്റെ കാര്യം തന്നെ കറക്റ്റ് ആയിട്ട് ചില്ലി കയറി കാര്യം കയറി ചോര പാർന്ന് കാര്യം പറയാൻ അങ്ങോട്ട് ചെല്ലുമ്പോ മെറ്റേവൻ പറയും ഇതൊന്നും പൂജയുടെ കുഴപ്പമല്ല, കുഴപ്പം മൊത്തം എന്റെ. നീ എന്തിനാ ഷെൽഫിന് ചില്ലി ഗ്ലാസ്സിൽ താഴെ വെച്ചത് പോലെ എന്നെ കുറ്റമന്ത്രിയും പറഞ്ഞ് അങ്ങനെ എന്റെ ഒരു ഞായറാഴ്ച ദിവസം ആശുപത്രിയും മരുന്നും തുന്നലും ഒക്കെ ആയിട്ട് എന്റെ പാക്കറ്റിൽ നിന്ന് തന്നെ 10,000 രൂപ ഒന്ന് മാറ്റി പോകുന്നതാണോ നിന്റെ ഈ രസം? നല്ല രസം. കൊടുത്തുവിട്ടില്ലെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും നോക്കി. എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാര്യം ഫീൽഡിൽ പിടിച്ചിരിക്കും? അല്ല, ഞാൻ അവന്റെ കാര്യങ്ങൾ നോക്കാറില്ല എന്ന് വെച്ചാൽ എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവൻ ഇവിടുന്ന് പോയാലും എനിക്കും കുറച്ച് തരണമൊക്കെ ഉണ്ട്. മാറ്റി പിടിച്ചാണോ തെണ്ണം? ഈ തെണ്ണത്തിന്റെ കണക്ക് പറയുകയാണെങ്കിലേ ഏറ്റവും കൂടുതൽ തെന്നിക്കേണ്ട ഞാനാ. കാരണം ഞാൻ അന്നതിനെ വാങ്ങിക്കാതെ തരാൻ പകുതി കൂടുതൽ പൈസ ഷെയർ ഇട്ടത്. പിന്നെ തെണ്ണ തോന്നേണ്ടവരാണ് ഇത്രയും നാളെ പോറ്റിയത്. അവൻ ആ ഒരു തെണ്ണവും ഇല്ലാതെ 10 പൈസ പോലും വാങ്ങിക്കാതെ അങ്ങേർക്ക് എടുത്ത് കൊടുത്തത്. സത്യം പറഞ്ഞാൽ നഷ്ടക്കച്ചവടം വന്നിട്ടും ഞാനൊന്നും മിണ്ടായിരുന്നു മാസം തലേന്ന് ഒഴിഞ്ഞ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചോണ്ട. ഇതൊരു ദുഷ്ടനാ. ഞാനൊന്ന് വീട് എടുത്തോണ്ടിരുന്ന നിനക്ക് വേണ്ട. എന്തിനാ പറഞ്ഞ ഒരു കാര്യമില്ല. ചായ കുടി. അവനെ വെച്ച് 2 വീഡിയോ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവനെവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കും. ആ അതെ, എല്ലാം നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി. നിനക്ക് നിന്റെ സിനിമയും പാഴ്സപ്നങ്ങളൊക്കെ ഇല്ലേ? ഇവരെ കളഞ്ഞിട്ട് പൂച്ചനെ കാണീരേ. നിനക്ക് നിന്റെ കരിയറാണോ അതോ പൂച്ചയാണോ വലുത്? കരിയർ. ആ അത്രേ ഉള്ളൂ. അപ്പൊ അത് മാത്രം വിചാരിച്ചാൽ മതി. പൂച്ച പിന്നെ എന്നോട് പറഞ്ഞത് പറഞ്ഞു അവൻ എന്തോ മൂടപ്പായിട്ട് കഥ പടച്ചിരിക്കുകയാണ്. ഇനി അവന്റെ അടുത്ത് എന്ന് ഇതേപോലെ പൂച്ചയുടെ ഓർമ്മയൊന്നും ആയ പറക്കാൻ നിൽക്കണ്ട. ചിലപ്പോ കുറ്റബോധം അടിച്ച് പോയ സാധനം അതേപോലെ തന്നെ അതെന്തായാലും ഓക്കെ. കത്താവി അപ്പുറത്ത് വല്ല പട്ടി പിന്നെ കടിക്കണേ. ഏത് നേരത്താണോ എന്തോ അവനെ കൊടുക്കാൻ തോന്നി. വേണ്ടായിരുന്നു. സ്നേഹമില്ലാത്തോണ്ടല്ലോ, അവന്റെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടന്നുള്ളൂ എന്നുള്ളതല്ലേ കൊടുത്തത്. വഴി ഞാനില്ലാത്തപ്പോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാവം. ഞാനില്ലാത്തപ്പോ അവര് ഡേ കെയർ കൊടുത്താ പോരെ? മതി. എന്നാ പിന്നെ അങ്ങനെ ചെയ്താ പോരായിരുന്നോ? അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കഷ്ടം. എന്നാ സിംബയ്ക്ക് തിരിച്ചു മേടിച്ചാലോ? വേണ്ട, അതൊക്കെ മോശമായി. മോശമാണോ വരുന്നത് സിംബയാണോ വരുന്നത്? എന്ത് മോശം? റോഹിച്ചല്ലേ പുള്ളിക്ക് കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും. പിന്നെന്താ പ്രശ്നം? എന്ന് എനിക്ക് പോണേ. ടോണി സാറ്, ടോണി വടക്കൻ ഫേമസ് പ്രൊഡക്ഷൻ കൺട്രോളർ. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാം നല്ലതിനാ. ഹലോ സാറേ. ഹലോ, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ടോണി വടക്കനാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തന്നില്ലായിരുന്നോ? അത് കണ്ടിട്ടാ വിളിക്കുന്നത് കേട്ടോ. ആ വീഡിയോ കാണുന്ന പൂച്ച നിങ്ങളുടെയാണോ? നന്നായി. ആ വീഡിയോയിൽ ഒരു പൂച്ചയില്ലേ, ആ പൂച്ച നിങ്ങളുടെ തന്നെയാണോ? വെരി ഗുഡ് വെരി ഗുഡ്. എന്താ പേരെന്താന്ന് പറഞ്ഞത് താങ്കളുടെ?
ഞാൻ വിളിച്ചതേ ശേഖർ സാറിന്റെ പുതിയ പ്രോജക്ട് താൻ കേട്ട് കാണല്ലോ, മാർജാര മോഹിനി. ഇപ്പോഴത്തെ ചിത്രമാണ്, പൂച്ചയാണ് അതിനകത്ത് മെയിൻ റോൾ. അതിനകത്തേക്ക് തന്റെ പൂച്ചയെ കാസ്റ്റ് ചെയ്യാനാണ് വിളിച്ചത്. ആ പൂച്ച ഇപ്പൊ അവിടെ ഉണ്ട്. സാറേ പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല. എടോ ആ പൂച്ച എവിടെ ഉണ്ടെങ്കിലും ഉടനെ എത്തിക്കണം. എടോ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. എടോ പടം 95 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ക്ലൈമാക്സ് വരെ ഷൂട്ട് ചെയ്ത് എത്തിയപ്പോഴത്തേക്ക് അഭിനയിച്ചുകൊണ്ടിരുന്ന പൂച്ച ഗർഭിണിയായി. എന്ത് ചെയ്യാൻ പറ്റും? മൃഗങ്ങളുടെ കാര്യമല്ലേ, കണ്ടിന്യൂറ്റി പ്രശ്നമാണ്. ഇനി ചെയ്യാൻ പറ്റില്ല. ഷൂട്ട് മുടങ്ങി ലക്ഷങ്ങളുടെ നഷ്ടത്തിൽ നിൽക്കുക. ഒരു മിനിറ്റ് പറഞ്ഞോ. ആ 5 എണ്ണം അല്ലേ? ഓക്കെ. രാജീവേ കോച്ചാറിന്റെ സെറ്റിലേക്ക് 5 ബെൻസ് വിടാൻ മാസ് പോരെന്ന്. എടോ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ലക്ഷങ്ങളുടെ നഷ്ടം. എടോ അങ്ങനെ ആകെ പെട്ട് നിൽക്കുമ്പോഴാണ് തന്റെ വീഡിയോയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എടോ താൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഡിറ്റോ എന്ന് പറഞ്ഞ ഡിറ്റോ. ശേഖർ സാറിനെ കാണിച്ച് പുള്ളി ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശേഖർ സാറായിട്ടൊരു മീറ്റിംഗ് ഫിക്സ് ചെയ്യണം. എടോ എന്ത് പ്രശ്നം? അതിലും വലിയ പ്രശ്നം ഇവിടെ നടക്കണം. ഞാൻ പറഞ്ഞില്ലേ, പൂച്ചയാണ് കഥയിലെ നായിക. ഓൾമോസ്റ്റ് ക്ലൈമാക്സ് വരെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാ. അപ്പോഴാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. ശേഖർ സാറാണ് VFX ചെയ്യലെന്ന് പറഞ്ഞു എട്ടഞ്ഞ് നിൽക്കുക. പ്രൊഡ്യൂസർ ആകെ പെട്ടിരിക്കുക. അതുകൊണ്ട് പൈസയൊന്നും ഒരു വിഷയമില്ല, എത്ര രൂപ വേണേ കിട്ടും. പടം തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നായിക ആക്സിഡന്റ് മരിക്കും. പിന്നെ പൂച്ചയായിട്ട് പുനർജനിക്കുന്നതാണ്. നായികയുടെ അപ്പുറം പൂച്ചയാണെന്ന് നായകൻ തിരിച്ചറിഞ്ഞ് ഡെൻമാർക്ക് ഇറക്കി വെച്ചാണ്. അതാണ് ക്ലൈമാക്സ്. അവിടെ വരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നായകനും പൂച്ചയും കൂടെ യൂറോപ്പിൽ കിട്ടുന്ന ഒരു സോങ് മാത്രമേ ഷൂട്ട് ചെയ്യാനുള്ളൂ. സോങ് ആയതുകൊണ്ട് പൂച്ചയ്ക്ക് കോസ്റ്റ്യൂം ഉണ്ട്. അതുകൊണ്ട് ആണാണോ പെണ്ണാണോ എന്നുള്ളതൊന്നും വിഷയമേ അല്ല. എടോ അത് താൻ ശേഖർ സാറിനോട് നേരിട്ട് ചോദിച്ചു. ഇനി നിങ്ങൾ തമ്മിലായിരിക്കില്ല കമ്മ്യൂണിക്കേഷൻ. എടോ ട്രൈ ചെയ്താൽ പോരെ, എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. എടോ ഇതൊരു ലോട്ടറിയാണ്. ഈ പടം മൾട്ടിലിംഗിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. തമിഴിൽ ഹിന്ദിയിൽ ദില്ലി വാല ബില്ലി, കന്നഡത്തിൽ ബെക്കുന പ്രീതി, തെലുങ്കിൽ പില്ലിന പ്രേമ, പിന്നെ കൊറിയയിലും ഏതോ ഒരു പേര് പറഞ്ഞ് എനിക്ക് ഓർമ്മ കിട്ടണല്ലോ. എടോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പൂച്ചയായിരിക്കും അത് മെയിൻ ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത്. പൂച്ച പിന്നെ സ്റ്റാർ ആണ്, പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് താൻ എങ്ങനെയെങ്കിലും പൂച്ചയെ സെറ്റ് ആക്കിയിട്ട് വിളിക്കും. ഓക്കെ ഓക്കെ. ആ ബെൻസ് ഓൺ ദ വേണം. ഓക്കെ രാജീവേ വണ്ടി വിട്. എന്താ അല്ലേ? എന്നാലും ഒരു പൂച്ചയ്ക്കൊക്കെ ഒരു പടത്തില് എന്തോ കിട്ടാനോ? അയാള് പറഞ്ഞ് കേട്ടില്ലേ, അമ്മാന്റെ പടമാണ്. പിന്നെ പൂച്ചയ്ക്ക് അവരുടെ ആവശ്യമാണ്. എങ്ങനെ പോയാലും വെറുതെ ഒരു 19,000 രൂപ കിട്ടും. വെറുതെ ഷൂട്ട് ഒരു 10-17 ദിവസം ഉണ്ടാവും. ഒരു 15 ദിവസം. എന്തൊരു സാധനം വന്നേ. യൂറോപ്പിലല്ലേ അടിച്ച് പൊളിക്കാണോ? അല്ല സിനിമേനെ വന്ന പകുതിക്കുള്ളിൽ വാങ്ങിയിട്ട് നീങ്ങണ്ടേ? നീ എന്തായാലും പോകേണ്ടി വരും. പിന്നെ അവര് വിളിക്കുമ്പോഴത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കില്ലേ? എന്റെ പൂച്ചയില്ലല്ലോ. അല്ല നിനക്ക് സിനിമയ്ക്ക് ഇത്രയും വലിയൊരു അവസരം വരുമ്പം അത് നഷ്ടപ്പെടുത്തരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് നമുക്ക് എന്ത് വരുമ്പോൾ സിനിമയെ തിരിച്ചു പോകാം. അതെ കേട്ടല്ലേ? 21 അവിടെ വെച്ച് നിർത്തിയേക്കാം. കാരണം 21 നിർത്തണമെന്ന് പറഞ്ഞാൽ 21 കഴിഞ്ഞു. സോ ഫാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. മെയിൻ റീസൺ പൂച്ചയുള്ളതല്ലേ. എനിക്ക് ഇടയ്ക്ക് ഞാൻ മറ്റേ പുള്ളിക്കാരനെ തെറി പറഞ്ഞിട്ടുണ്ട്. സോറി, ബട്ട് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. ഈസ് ഹൊറിബിൾ. ലൈക്ക് ദുഷ്ടൻ. എനിക്ക് ഏതൊക്കെയോ സിനിമയിൽ ആക്രാന്തമായിട്ട് ജഗദീനെ ഓർമ്മ വന്ന്. ലൈക്ക് കാശിന് ആക്രാന്തമായിട്ട് നടക്കുന്ന ജഗദീൻ്റെ ക്യാരക്ടേഴ്സ് ഇല്ലേ, അതുപോലെ ഓർമ്മ വന്നു ആ പുള്ളിക്കാരനെ കണ്ടപ്പം. ലൈക്ക് കണ്ണിലിങ്ങനെ ഡോളർ സൈൻസ് മിന്നുന്ന മാതിരി. സോ ഫാർ എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. ഇനി എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. ലെങ്തി ആയതുകൊണ്ട് രണ്ടായിട്ട് ചെയ്യാണ്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് പാർട്ട് 1. ഇത്രയും നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ട് വേഗം പോയി അടുത്തത് കാണട്ടെ. ബിക്കോസ് ഐ റിയലി നീഡ് ടു നോ വാട്ട് ഹാപ്പൻഡ്. അടുത്ത പാട്ടുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ. ലവ് യു ഓൾ.